സർവൈശ്വര്യം പരമാനന്തമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം ബോധാനന്തം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം സച്ചിദാനന്ദഗുരും. നമ്മൾ ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് എടുത്തു വരുന്നത്. അതിൽ ഈശ്വര അനുസന്ധാനത്തിൽ ഒരു പന്ഥാവ് തന്നെ പറഞ്ഞ് നിർത്തുകയുണ്ടായിട്ടുണ്ട് കഴിഞ്ഞതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ. കഴിഞ്ഞ ക്ലാസ്സിന് മുമ്പത്തെ ക്ലാസ്സിലാണെന്നാണ് എൻ്റെ ഓർമ്മ, ഇല്ലേ? കടലിനെ ഭാവന ചെയ്യാനാണ് പറഞ്ഞത്. ചെയ്തു നോക്കിയവരുണ്ടാവൂ? അപ്പൊ നല്ലപോലെ ഒന്ന് ശ്രമിച്ചു നോക്കുക. ആദ്യം കടലിനെ ഭാവന ചെയ്യുകയോ, കടൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഭാവന ചെയ്താലും മതിയാവും, ഇല്ലെങ്കിൽ തീരത്ത് പോയിരുന്നാൽ മതി. അനന്തമായ കടലിനെ ഭാവന ചെയ്ത് കണ്ണടക്കുക. അതിൻ്റെ നടുക്ക് നിശ്ചലമായ ആ ജലത്തിൽ ഒരാലിലയെ ഭാവന ചെയ്യും. അങ്ങനെയാണ് പറഞ്ഞു തന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതില് കിടക്കുന്ന മുകുന്ദനെയും കാണുക. പതിവായി ധ്യാനിച്ചാൽ എപ്പോഴാണോ നിഷ്കളങ്കത മനസ്സിന് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആ രൂപം ദർശിക്കാം. ഇവിടെ നിങ്ങളുടെ മനസ്സുണ്ടാക്കിയത് തന്നെയല്ലേ ഈ ദർശനം അത് കഴിഞ്ഞ് ചോദിക്കാം. ഈ വിശാല വിശ്വം മുഴുവൻ നിങ്ങളുടെ മനസ്സുണ്ടാക്കിയതാണ്. ആ മനസ്സുണ്ടാക്കിയ വിശ്വത്തിൽ നിന്ന്, കാര്യകാരണ പടലങ്ങളോടുകൂടിയ വിശ്വത്തിൽ നിന്ന് അതിൻ്റെ മൂലത്തിലേക്ക് കടന്നുപോകാൻ, അതിനാൽ ഈ പ്രപഞ്ചത്തെ ആച്ഛാദിതമാക്കി കഴിയുമ്പോൾ പ്രായോഗികമായി അനുഷ്ഠാനപരമായി ഈ ശ്ലോകത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് കുറെ കൂടെ പ്രകടമായി ബോധ്യമാവുകയും ചെയ്യും. അത് ഞാൻ വളരെ വിശദമായി എന്ന് പറഞ്ഞു തന്നതാണെന്നാണ് എൻ്റെ ധാരണ. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർമ്മിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ ആരെങ്കിലും ചെയ്തു നോക്കിയോ എന്നറിയാനാണ് ചോദിച്ചത്. ചിലരെങ്കിലും ചെയ്യുന്നുണ്ടാവുമെന്നാണ് എൻ്റെ ധാരണ. പതിവായി തുടരുക. യാതൊരു ശങ്കയും വേണ്ട. നിങ്ങൾക്ക് ആ മൂല സ്രോതസ്സുമായി അതിനെ ദർശിക്കുവാൻ കഴിയുക, ഒന്നാകാൻ കഴിയുക, ഇതൊക്കെ സാധിക്കും. തമാശയല്ല. ഉപാധിരഹിതമായി, നിരുപാധികമായി കാണാൻ കഴിഞ്ഞാൽ അതാണ് പാരമാർത്ഥികം. അത്
ജ്ഞാനികളുടെ ബുദ്ധിയിൽ ആണ് തെളിയുന്നത്. പ്രാപഞ്ചികമായ എല്ലാത്തിനെയും നിഷേധിക്കുവാൻ കഴിയുന്ന ഊഹാപോഹ വിചക്ഷണനായ ജ്ഞാനിയുടെ ബുദ്ധിഗുഹയിലാണ് അത് തെളിയുന്നത്. അത് പാരമാർത്ഥികമാണ്. എന്നാൽ ആ നിരുപാധിക ചൈതന്യം തന്നെ പാരമാർത്ഥിക തലത്തിൽ അറിഞ്ഞ നിർവികൽപ്പ സമാധിയിൽ എല്ലാത്തിൻ്റെയും ആച്ഛാദനം തന്നെയാണ് നടക്കുന്നത്. ഈശനാൻ ഇവിടെ ഒരു ചെറിയ വ്യതിയാനമുണ്ട്. ഭക്തിമാർഗവും ജ്ഞാനമാർഗവും തമ്മിൽ, ഭക്തിമാർഗികളും ജ്ഞാനമാർഗികളും തമ്മിൽ ആ മാർഗത്തിലാണ് ഈഷദ്ഭേദമുള്ളത്. ഭക്തിയും ജ്ഞാനവും തമ്മിൽ ഭേദമില്ല. അത് പ്രത്യേകം ഓർത്തോണം. ആനുഭൗതിക വിഷയങ്ങളിൽ ഇവ തമ്മിൽ യാതൊരു ഭേദവുമില്ല, വിരോധവുമില്ല. പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് പലപ്പോഴും അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇതെടുത്തു പറഞ്ഞത്. പരമഭക്തനും പരമജ്ഞാനിയും തമ്മിൽ ഒരു ഭേദവും ഉണ്ടാവില്ല. അവിടെ വരെ എത്തിയില്ലെങ്കിൽ സ്തുതിനിന്ദകളൊക്കെ ഉണ്ടാവും. വാസനകൾ അറിവിലേക്ക് കടന്നു നിൽക്കും. വ്യക്തിപരങ്ങളും ശീലപരങ്ങളും ശീലത്തിലുളവായ കാല ദേശ ധർമ്മ പരങ്ങളായ വാസനാജാലങ്ങള് അറിവിലേക്ക് തലനീട്ടി നിൽക്കും. അത് പോവുക ക്ലിഷ്ടമാണ്. അനേക ജന്മസിദ്ധങ്ങളായ കാമക്രോധാദികളുണ്ട്. അവ വാസനാരൂപത്തിൽ കളിക്കും. അതുകൊണ്ട് ഈശാവാസ്യമിതം സർവമെന്ന് പറയുന്ന വേഗതയിലൊന്നും സാധാരണക്കാരന്, പഠിക്കുന്നത് സാധാരണക്കാരായതുകൊണ്ട്, ജിജ്ഞാസ വന്ന് ലൗകികം വെടിഞ്ഞ് സംഭക്തമായ വനത്തിലേക്ക് പ്രവേശിച്ച് ഉത്തമന്മാരായ ആചാര്യന്മാരെ കണ്ട് ആത്മജ്ഞാനമല്ലാതെ വേറൊന്നും വേണ്ട എന്ന് ഉറച്ച് പഠിക്കാൻ പോകുന്ന ദശയിൽ ഇതൊന്നും പഠിക്കേണ്ട കാര്യമില്ല. കാരണം അവിടെ വാസനകളൊന്നും കയറി വരാനില്ല. ജിജ്ഞാസുവിന് തത്വജിജ്ഞാസയല്ലാതെ യാതൊന്നുമില്ല. ലൗകിക ജീവിതം വല്ലപ്പോഴും പരാജയങ്ങളെ നോക്കിക്കാണുമ്പോൾ ഓടിയൊളിക്കാൻ അന്വേഷിക്കുന്ന സങ്കേതങ്ങളായി ആധ്യാത്മികതയെ കാണുന്ന ആധുനികന് ജിജ്ഞാസ വന്നതുകൊണ്ടല്ല, ഒന്നിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഓടിച്ചെല്ലുന്നത്. അവനൊരു ആശ്രമസങ്കേതത്തിൽ ചെന്നാൽ, അവിടെ ഒരു ആചാര്യനെ കണ്ടാൽ, അവിടെ തട്ടിമുട്ടി കൂടിയാൽ ആധ്യാത്മിക വിഷയങ്ങളൊന്നും ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവിടെയുള്ളവരുടെ അച്ഛനമ്മമാർ, അവരെവിടുന്നാണ് വന്നത്, എന്തിനാണ് വന്നത്, എന്തൊക്കെ ഇവിടെയുണ്ട്, എങ്ങനെയാണ് ഇതിൻ്റെ മഠാധിപതിയാകുന്നത്, എങ്ങനെയൊക്കെയാണ്
ഇവിടെ ജീവിച്ചാൽ വല്ലതുമൊക്കെ തടയുന്നത് ഇങ്ങനെയൊക്കെ തോന്നിപ്പോവും. Am I right? No. അപ്പൊ വാസന പതുക്കെ തലനീട്ടും, ആധ്യാത്മികമായ അറിവിലേക്ക് തലനീട്ടും. ഇതിൽ അനേക ജന്മസംസിദ്ധങ്ങളായ കാമക്രോധാദികൾ കിടപ്പുണ്ട്. അവ എരിഞ്ഞടങ്ങിയതുകൊണ്ട് സംഭവിക്കുന്നതല്ല. 2 ശീലങ്ങൾ കിടപ്പുണ്ട്. കാലം, ദേശം, ദ്രവ്യം എന്നിവയോടുള്ള ബന്ധത്തിൽ വന്ന അനേക ശീലങ്ങളുണ്ട്. ജന്മാന്തര തലത്തിൽ തന്നെ കൊണ്ടുവന്ന സാൽമ്യങ്ങളുണ്ട്. ശിശുവായിരിക്കുമ്പോൾ, യുവാവായിരിക്കുമ്പോഴൊക്കെ പൂർവജന്മത്തിലെ സ്മരണകളാണ് കയറി വരുന്നത്. അതിന്റെ ആവർത്തനമുണ്ട്. അപ്പൊ അത് കാലമാണ്. ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യമൊക്കെ. പ്രഭാതം, പ്രദോഷം തുടങ്ങിയവ ബാഹ്യകാലങ്ങളാണ്. ബാഹ്യങ്ങളും ആഭ്യന്തരങ്ങളുമായ കാലം എന്നതിനനുസരിച്ച് ശീലങ്ങളുണ്ടാവും. അവ കയറി വരും. ഹിംസ, സ്ഥേയം, അന്യഥാകാമം തുടങ്ങിയ ശീലങ്ങൾ കയറി വരും. അതൊക്കെ ചോദിക്കാനൊന്നും കാത്തു നിന്നിട്ടല്ല കയറി വരുന്നത്. അനുമതി മേടിച്ചിട്ടല്ല അവയൊന്നും വരുന്നത്. പ്രിയങ്ങളും അപ്രിയങ്ങളും ഒക്കെ തുടങ്ങുന്നത് നമ്മുടെ അനുമതി മേടിച്ചിട്ടൊന്നുമല്ല. അതൊക്കെ കയറി വരും. വാസനയിൽ നിന്നാണ് കയറി വരുന്നത് ഈ ജ്ഞാനത്തിലേക്ക്, അറിവിലേക്ക്. അറിവിന്റെ എല്ലാ തലങ്ങളെയും പ്രിയത്തിൽ ചേർത്ത് വ്യാഖ്യാനിക്കാൻ പഠിക്കും. അറിയുന്ന ഓരോ അറിവിന്റെയും യുക്തി പ്രിയമുള്ളവരെ ന്യായീകരിക്കുവാനും അപ്രിയമുള്ളവരെ തകർക്കുവാനും വ്യാഖ്യാനിച്ചെടുക്കും. അത് തികയാതെ വരുന്നിടത്ത് ആത്മചക്ഷുസ് ഉയർന്ന് താൻ കണ്ടെത്തിയെന്നും കണ്ടെത്തും. വളരെ അപകടം പിടിച്ചൊരു പന്ഥാവാണ്. അതുകൊണ്ട് ഇത് അത്ര എളുപ്പമൊന്നുമല്ല. വളരെ വളരെ ക്ലിഷ്ടമായ ഒരു തലത്തിലൂടെയാണ് പോകുന്നത്. അത്തരം സന്ദർഭത്തിലാണ് ജ്ഞാനമാർഗത്തിലും ഭക്തിമാർഗത്തിലും സ്തുതിനിന്ദകൾ രൂപാന്തരപ്പെടും. പ്രിയങ്ങളുടെ ലോകങ്ങളിൽ സ്തുതികളുണ്ടാവും. പലതരത്തിലുണ്ട്, പല അളവിലുണ്ട്. ആദ്യം കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ ആദ്യം കാണുക, ഇവിടെ വന്നു പരസ്പരം പരിചയപ്പെട്ടു, നിങ്ങൾ പരസ്പരം കണ്ടിട്ട് പോയി, വീട്ടിൽ ചെന്ന് ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട് നിങ്ങൾ ഇന്ന് കണ്ട ആളിനെ കുറിച്ച് വളരെ സ്തുതിച്ചു പറയും. പരിചയപ്പെടുത്താനൊരു പരിചയം തുടങ്ങുന്നതിനനുസരിച്ച് സ്തുതി കുറഞ്ഞു കുറഞ്ഞു വരും. നിങ്ങൾ തമ്മിലുള്ള കാര്യം പോലും ആവാം. ശരിയുണ്ടോ ശരിയുണ്ടോ ഇല്ല. ശരിയുണ്ടോ? ഇങ്ങനെ കുറേശ്ശെ സ്തുതി പയ്യെ മാറി മാറി നിന്ദയായി അവസാനം നിങ്ങൾ തമ്മിൽ കാണരുതാത്തവരായി. അവനുണ്ടെങ്കിൽ ഞാൻ അവിടെ കയറുകയില്ല എന്നാവും.
ശരിയല്ല. സ്വാമി അവനെ വിളിച്ചാൽ ഞാൻ അവിടെ ഉണ്ടാവില്ല. മറ്റവനെ വിളിച്ചാൽ ഞാനും ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഇല്ല. ചിലതേ ഉള്ളോ? മിക്കവാറും എന്ന് പറയാൻ മേലെ വാസനകളില്ലാത്തിടത്ത് ആ പ്രശ്നം ഉണ്ടാവും. വാസനകൾ ഉള്ളിടത്തോളം കാലം ഈ പ്രശ്നമുണ്ടാവും. അപ്പൊ വാസന എന്ന് പറയുന്നതിനെ കളഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിന് വഴി. വാസനകൾ തന്നെ ജ്ഞാതം, ദൃഷ്ടം, അദൃഷ്ടം, ദൃഷ്ടാദൃഷ്ടം എന്ന് 3 തരത്തിലാണ്. ദൃഷ്ടവാസനകളെ ഒതുക്കിയെടുക്കാം. കാരണം നമുക്ക് ലജ്ജ വരും. നമ്മുടെ വാസനകളെയും ന്യൂനതകളെയും നമ്മൾ തിരിച്ചറിഞ്ഞാൽ അവ പൊന്താൻ തുടങ്ങുമ്പോൾ നമുക്ക് ലജ്ജ വരികയും തിരുത്തണമെന്നുള്ളിൽ നിന്ന് തോന്നുകയും. അദൃഷ്ടവാസനകൾ നമ്മളെ നിയന്ത്രിക്കുന്നവയാണ്, നമ്മളാൽ നിയന്ത്രിക്കപ്പെടുന്നവയല്ല. അതുകൊണ്ട് അദൃഷ്ടവാസനകൾക്ക് ആണ് പണി. ഈശ്വരാനുഗ്രഹം, ഗുരുവിന്റെ അനുഗ്രഹം, മഹാപുരുഷന്മാരുടെ അനുഗ്രഹം, ഇതൊക്കെ കൊണ്ട് കുറെ മാറി കിട്ടും. അദൃഷ്ടവാസനകൾ വേറൊരു തരത്തിൽ അതിന് ഭാഗ്യമെന്നും പറയും. അദൃഷ്ടവാസനകൾ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമായി മാറില്ല. മാത്രമായി മാറില്ലെന്നാണ് പറഞ്ഞത്. സ്വന്തം പ്രയത്നം അവിടെ ഉള്ളത്. ശാസ്ത്രങ്ങളനുസരിച്ച് ഗുരുക്കന്മാരെ വന്ദിക്കുകയും ധർമ്മബോധമനുസരിച്ച് ജീവിക്കുകയും ഒക്കെ ചെയ്താൽ ഈ ഭാഗ്യം കിട്ടും. അല്ലാതെ സ്വപ്രയത്നം കൊണ്ട് മാത്രം കിട്ടില്ല. ദൃഷ്ട അദൃഷ്ടവാസനകളും കുറച്ച് അദൃഷ്ടമാണ്, കുറച്ച് ദൃഷ്ടമാണ്. കലർന്നു നിൽക്കുന്നത് കൊണ്ട് വലിയ ക്ലേശം ആ വാസനകൾ ഉണ്ടാകും. ഇവയെല്ലാം പോയി കിട്ടിയാൽ ഏകമാണ്. അതല്ലെങ്കിൽ സ്തുതിനിന്ദകൾ പെട്ടുപോകും, അതിനകത്ത് പെട്ടുപോകും. അതുകൊണ്ട് വാസ്തവിക സിദ്ധാന്തം മനസ്സിലാക്കുന്നതിന് പ്രസക്താനുപ്രസക്ത രൂപത്തിൽ കുറച്ച് വിവരണം ഇവിടെ വേണ്ടിവരും. ശ്രീമദ് ഭാഗവതം ഇവിടെ പറയും. മനോയച്ഛേദിതശ്വാസോ ബ്രഹ്മബീജമനുസ്മരൻ നിയച്ഛേത് വിഷയേഭ്യോ അക്ഷാൻ മനസാ ബുദ്ധി സാരഥി. ഭാഗവതം ഇങ്ങനെയാ പറയും. ഈ നില കിട്ടാൻ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. ഭാരതീയ വൈജ്ഞാനിക ശാഖ വൈദിക കാലം മുതൽ പഠിക്കാൻ ഒരുങ്ങിയാൽ ഏറ്റവും കൂടുതൽ പഠനം പൗരാണികർ നടത്തിയിട്ടുള്ളത് മനസ്സിനെ കുറിച്ചാണ്. ഉപനിഷത്തുകൾ മുഴുവൻ മനസ്സിന്റെ ഇരിപ്പിടം, മനസ്സെന്താണ്, മനസ്സിന്റെ വിഭൂതികൾ എന്തെല്ലാമാണ്, മനസ്സെങ്ങനെ ഇന്ദ്രിയങ്ങളിലേക്ക് കൈ വളർത്തിപ്പിടിക്കുന്നു, മനസ്സെങ്ങനെ കോശകോശാന്തരങ്ങളെ നിയന്ത്രിക്കുന്നു, ഇത് വളരെ ശക്തമായി ഉപനിഷത്തുകൾ, സംഹിതകൾ, വേദങ്ങൾ, പിന്നീട് വന്ന പാതഞ്ജലാദികൾ
ദർശനങ്ങൾ, ആയുർവേദ സംഹിതകൾ മുഴുവൻ ഏതാണ്ട് സൈക്കോപതോളജിയിൽ ഭാരതീയർ നടത്തിയിട്ടുള്ള അന്വേഷണവും പഠനവും ചെറുതല്ല. അതിന്റെ ഫലമായി അവർ കണ്ടെത്തിയിട്ടുള്ളതാണ് മനുഷ്യ തലത്തെ മാനുഷ്യകത്തിൽ നിന്ന് ഉയർത്താമെന്നത്. അവിടെ നിയതമായി നടക്കുന്ന പരീക്ഷണങ്ങൾ മനസ്സിലാണ്, ബാഹ്യലോകത്തല്ല, വിഷയങ്ങളിലല്ല, ദ്രവ്യസഞ്ചയങ്ങളിലല്ല, അതായത് വിഷയങ്ങളിലല്ല, ചുറ്റും കാണുന്ന വ്യക്തികളിലല്ല, സമ്പാദ്യാദികളിലല്ല, മനസ്സിൽ. ഇത് ചെറിയ പണിയല്ല. അതിനെക്കുറിച്ചാണ് അവർ ഏറ്റവും അധികം. അതുകൊണ്ട് ആദ്യമായി വേണ്ടത് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പ്രയത്നമാണ്. അത് വളരെ പ്രയാസമാണെന്ന് എല്ലാ ഗ്രന്ഥങ്ങളും വായോരിവ ദുഷ്കരം, ദുഷ്കരം എന്നല്ല പറഞ്ഞ് സുദുഷ്കരം. വായുവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ പ്രയത്നപൂർവകമാണ് മനസ്സിനെ നിയന്ത്രിക്കുക. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിച്ചിട്ട് മാത്രമേ മറ്റു മനസ്സുകളുമായി ബന്ധപ്പെടാവൂ എന്നാണ് ഭാരതീയ ചിന്തയുടെ അടിത്തറ. അനേക സംവത്സരം സാധന ചെയ്ത് ശൈശവ ബാല്യങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാൻ അറിയാവുന്ന ആചാര്യന്മാരുടെ സമീപത്തിലിരുന്ന് തയോർ വത്സരവാസരം ഒരു വർഷമെങ്കിലും അവരുടെ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ അറിഞ്ഞ് ജാഗ്രത് അധിഷ്ഠിതമായ വിശ്വനും സ്വപ്നാധിഷ്ഠിതനായ തൈജസ്സനും സുഷുപ്തി അധിഷ്ഠിതനായ പ്രാജ്ഞനും എങ്ങനെയാണ് കളിക്കുന്നത് എന്ന് അനുഭവജ്ഞാനം കൊണ്ടറിഞ്ഞ് സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ച് കഴിഞ്ഞിട്ടല്ല ഈ ലോകത്തോട് ഇടപെടാൻ പോകുന്നതെങ്കിൽ പരാജയം സുനിശ്ചിതമാണ്. ലോകമല്ല പ്രശ്നമുണ്ടാക്കുന്നത്, ഇടപെടുന്ന മനസ്സാണ് കർമ്മത്തിന്റെ ആധാരം. കർമ്മങ്ങളെ പരാജയപ്പെടുത്തുന്നതും വിജയിപ്പിക്കുന്നതും ഫലമുണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും എല്ലാം ഈ മനസ്സിന്റെ കളിയാണ്. ഒരു കുട്ടിയെ വളർത്താനൊരുങ്ങുന്നതിന് മുമ്പ് മനസ്സാണ് ഈ കുട്ടിയെ സൃഷ്ടിക്കുന്നത്. തന്റെ മനസ്സ് നിയന്ത്രണത്തിൽ വരാത്ത സ്ത്രീയും പുരുഷനും ചേർന്ന് വിവാഹം. നിയന്ത്രിക്കാത്ത മനസ്സുകളോടുകൂടി അവർ ഇണചേർന്ന് കുഞ്ഞ്. നിയന്ത്രിക്കാത്തവരുടെ കയ്യിൽ വളർത്തൽ. നിയന്ത്രിക്കാൻ അറിയാത്തവർ നടത്തുന്ന സ്ഥാപനത്തിൽ പഠിക്കാൻ വിടൽ. നിയന്ത്രിക്കാൻ അറിയാത്തവൻ പഠിപ്പിക്കൽ. മനസ്സിലായില്ല? ഞാൻ തുടരണോ? ഇത്രയൊക്കെ ആവുമ്പോൾ മനസ്സിലാവൂലേ? ഇതൊക്കെ നേരെയാവുമോ?
ജനാധിപത്യത്തിലൂടെ ആവില്ല. നിങ്ങൾ മനോഹരമാണെന്ന് പറയുന്ന ഈ ഇസങ്ങളിലൂടെ ഒന്നും ആവില്ല. അതൊക്കെ അഴിച്ചുവിട്ട മനസ്സിന്റെ സ്വാതന്ത്ര്യത്തിലാണ് നിലകൊള്ളുന്നത്. അതിൻ്റെ അകത്ത് നിന്ന് ആനന്ദത്തിന്റെ തരിമ്പും അനുഭവിക്കില്ല. അതനുഭവിക്കണമെങ്കിൽ ഇതിനോടൊക്കെ വിട പറയണം. ഇതൊക്കെ ചുമന്നുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉഷ്ണിച്ച് ജീവിക്കാം. ശാന്തി വല്ലവനും അനുഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് കാലക്ഷേപം കഴിയാം. അതിൽ കൂടുതലൊന്നും പറ്റില്ല. എൻ്റെ അച്ഛന് ശാന്തി ഉണ്ടായിരുന്നു, അപ്പൂപ്പനുണ്ടായിരുന്നു, ഞാൻ പരിചയപ്പെട്ട കുറെ ആളുകൾക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. മറ്റത് കിട്ടണമെങ്കിൽ ഈ മനസ്സിനെ അറിയണം. അതുകൊണ്ട് ഭക്തിമാർഗത്തിന്റെയും ജ്ഞാനമാർഗത്തിന്റെയും വഴിയിൽ പോകുമ്പോൾ ഭാഗവതം പറയുന്ന ഈ ശ്ലോകം ഈ സന്ദർഭത്തിൽ നല്ലപോലെ യോജിച്ച് മനസ്സിലാക്കിയിട്ട് മനസ്സിനെ നിയന്ത്രിക്കാൻ പ്രയത്നിക്കണം. കാരണം ആ വഴിയിലാണ് മുമ്പോട്ട് പോകുന്നത്. സമസ്ത കർമ്മങ്ങളും ആ വഴിയിലാണ്. എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് ഈ മനസ്സ് തന്നെയാണ്. മനസ്സാണ് തുടർച്ചയുള്ളത്. ഉറക്കം കഴിഞ്ഞു വന്ന് തലേ ദിവസം ചെയ്തതിന്റെ തുടർച്ച ചെയ്യാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത് മനസ്സാണ്. മനസ്സിലായില്ല? പഠിച്ചതിന്റെ ഓർമ്മകൾ മനസ്സാണ്. ബഹുശ്രുതൻ മനസ്സാണ്. അതുകൊണ്ട് മനസ്സാണ് ഇവിടുത്തെ വിഷയം. അതുവഴിയാണ് എല്ലാ കർമ്മങ്ങളും മുന്നോട്ട് പോകുന്നത്. തദർത്ഥം ബ്രഹ്മബീജാക്ഷരം, ഇവിടെ അങ്ങനെയാ പറഞ്ഞത്. ബ്രഹ്മബീജമനുസ്മരൻ. ബ്രഹ്മബീജം, ബ്രഹ്മബീജം പ്രണവം, ഓങ്കാരം. അതിനെ സ്മരിക്കുക. നിങ്ങൾ സ്മരിക്കുമ്പോൾ ഇഷ്ടമന്ത്രമായാലും മതി. പ്രണവ ഉപാസനയുടെ രഹസ്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവതാമന്ത്രം അനുസ്മരിച്ചാലും മതി. മനസ്സ് സ്വാധീനത്തിൽ കിട്ടാൻ. 3,000 രൂപയുടെ മരുന്നൊന്നും മേടിച്ച് കഴിക്കണ്ട. ഇതിവിടെ ഇരിക്കുന്ന ക്ലാസ്സിലിരിക്കുന്നവരോട് മാത്രം പറയുന്നതാണ്. ഇടയ്ക്ക് മരുന്ന് മേടിക്കാൻ വന്നവരോടുള്ളതല്ല. പ്രത്യേകം ഓർക്കുക. നിങ്ങൾ മരുന്ന് മേടിച്ചില്ലെങ്കിൽ കമ്പനിക്ക് നഷ്ടമാണ്. പക്ഷെ വസ്തുത ശരിയായ രീതിയിൽ മനസ്സ് നിയന്ത്രിക്കുന്നുവെങ്കിൽ 1 പൈസയുടെ മരുന്ന് വേണം. നിയന്ത്രിക്കുന്നില്ലെങ്കിൽ 1 പൈസയുടെ മരുന്ന് വേണ്ട. പറഞ്ഞ രണ്ടും തമ്മിൽ മനസ്സിലായോന്നറിയില്ല. മനസ്സുണ്ടാക്കുന്നതാണ് ഈ കുണ്ടാമാണ്ടികളെല്ലാം. മനസ്സിന് വെളിയിൽ ഇതൊന്നുമില്ല. ഈ കാണായതെല്ലാം മന ഏവ. കാണുന്നവന്റെ മനസ്സാണ് ഈ പ്രപഞ്ചം. അതിനിതാണ് വഴി. സാമാന്യ രീതിയിൽ ബ്രഹ്മബീജം അനുസ്മരിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് കഴിഞ്ഞ് അതിനുള്ള ഓം പ്രണവം, ഓംകാരം,
അകാര ഉകാര മകാരങ്ങളോടുകൂടി ബീജബിന്ദുക്കളോടുകൂടി. നല്ലൊരു ആചാര്യൻ്റെ അടുക്കൽ പോയി ഉപദേശമായി കേട്ട് എങ്ങനെയാണ് അത് ഉച്ചരിക്കേണ്ടത് എന്ന് പഠിക്കണം. അതിൻ്റെ നാദത്തിനാണ് പ്രാധാന്യം. നാദാനുസന്ധാനമറിയുന്ന തന്ത്രയോഗികളുടെ സവിധത്തിലിരുന്ന് ഉച്ചരിച്ച് പഠിക്കണം. നാദം താതാത്മ്യത്തിലെത്തിയാൽ വൈഖരി വലിയാൻ തുടങ്ങും. മധ്യമയിൽ പറയാൻ തുടങ്ങും. മധ്യമ യോഗികളുടെ ഹൃദന്തത്തിന് വശംവദമായിട്ടുള്ളതാണ്. അതൊന്നും ഇന്നത്തെ കാലത്തില്ല. ഇന്നുള്ള രൂപകങ്ങളൊക്കെ വികലങ്ങളാണ്. ഭാരതീയ സംസ്കാരത്തില് ഇത് രാമായണ മാസമാണല്ലോ അല്ലേ അല്ലേ? ഈ മണ്ണിൽ ജനിക്കുന്ന കൊരങ്ങൻ പോലും മധ്യമയിലാണ് സംസാരിക്കുന്നത്. വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡം 3-ാം സർഗമാണെന്നാണ് എൻ്റെ ഓർമ്മ. എടുത്ത് വായിച്ചു നോക്കി. 5-6 ശ്ലോകങ്ങളിൽ രാമൻ ലക്ഷ്മണന് പരിചയപ്പെടുത്തുന്നുണ്ട് ആഞ്ജനേയനെ. ഒരു തനി കൊരങ്ങൻ ഈ മണ്ണിൽ സംഭാഷണം ചെയ്തത് പൗരാണിക കാലത്ത് അങ്ങനെ ആയിരിക്കെ ഇന്ന് നിങ്ങളുടെ മന്ത്രിമാർ, MLA മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ സംഭാഷണം ചെയ്യുന്ന ഭാഷയൊന്ന് കേട്ടു നോക്കും. നിങ്ങളുടെ ആക്ടിവിസ്റ്റുകളും വിദ്യാസമ്പന്നരും ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ സംഭാഷണം ചെയ്യുമ്പോഴുള്ള അവരുടെ മെറ്റഫർ ഒന്ന് കേട്ടു നോക്കും. രൂപകങ്ങൾ. എന്നിട്ട് അവർക്കെല്ലാം ഒരു കത്തയക്ക്, ഇതാ ഇങ്ങനൊരു കൊരങ്ങൻ പണ്ടുണ്ടായിരുന്നു. ഈ മണ്ണിൽ കൊരങ്ങൻ ജനിച്ചാൽ പോലും നേരെയാകുമായിരുന്നു അങ്ങനൊരു സംസ്കൃതി. ഇന്ന് സംഭാഷണം എങ്ങനെയാണെന്ന് നോക്കാം. അവിളംബിതം, അസന്ദിഗ്ധം. പദങ്ങളൊക്കെ രാമൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധേയങ്ങളാണ്. ക്രമബദ്ധമായി സംസ്കൃതമായി എങ്ങനെയാണ് ആഞ്ജനേയൻ സംസാരിക്കുന്നത്? ആ ഭാഷ വരുന്നത് ഈ അനുഭൂതികളുടെ തലങ്ങളിലൂടെ പോകുമ്പോഴാണ്. അല്ലാതെ എത്ര പഠിച്ചാലും ഭാഷയും വ്യാകരണവും ഒന്നും സ്വച്ഛന്തമായി വരില്ല. സംഭാഷണം രമ്യവും സുഖാവഹവും പ്രസന്ന മധുരവും സ്വച്ഛന്തവുമാകുന്നത് അനേക ജന്മ സംസിദ്ധമായ ആത്മവിഭൂതി കൊണ്ടാണ്. കഠം പറയുന്നത് ദാനം കൊണ്ടാണ്, അതിഥി പൂജനം കൊണ്ടാണ്. സുനൃതം, നല്ല വാക്ക്. വീട്ടിൽ മുന്നറിയിപ്പ് കൂടാതെ വരുന്നവർക്ക് വെള്ളം കൊടുത്ത് ശീലമുണ്ടോ? നിങ്ങളുടെ കുട്ടികൾക്ക് സുനൃതമുണ്ട്. നല്ല വാക്കുണ്ടാവും. നല്ല വാക്ക് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആഞ്ജനേയനെ കുറിച്ച് പറയുമ്പോൾ ശത്രുവിന്റെ ഉയർത്തിപ്പിടിച്ച് ആയുധം താത്തുവെക്കാൻ പര്യാപ്തമായ
വാക്കുകളെ ഇവൻ ഉപയോഗിക്കുമെന്നാണ്. എതിരാളിയെ നിഷ്പ്രഭമാക്കാൻ വാക്കിന് കഴിവുണ്ടെന്ന് ഉണ്ടോ? ഉണ്ടോ? പിള്ളേരെ അതൊക്കെയാ പഠിപ്പിച്ചിട്ടുണ്ട്. കരാട്ടെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. പഴയകാലത്തെ പെണ്ണുങ്ങളൊക്കെ സുരക്ഷിതരായി മണ്ണിൽ ജീവിച്ചത് നല്ല വാക്ക് പറയാൻ പഠിപ്പിച്ചുകൊണ്ടാണ്. ഇന്ന് പീഡനം കൂടിയിട്ടുണ്ടെങ്കിൽ ഒന്നിനും നല്ല വാക്ക് ചൊല്ലാൻ അറിയാൻ മേലാത്തതുകൊണ്ടാണ്. അതിന് കോടതി വർദ്ധിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. അതിന് ആക്ടിവിസ്റ്റുകൾ ഓടി നടന്നിട്ട് കാര്യമില്ല. ഇത്രയും അടച്ചുറപ്പില്ലാത്ത മുറികളിലാണ് ജീവിച്ചത്. ശരിയല്ല, പറഞ്ഞത് ശരിയല്ല. ശരിയല്ലെന്നോ ആണെന്നോ? ഇത്രയും അടച്ചുറപ്പുള്ള മുറിയൊന്നുമല്ല. ഇത്രയും രാത്രി മുഴുവൻ ലൈറ്റും ഗേറ്റ് പൂട്ടലും ഒന്നുമില്ല. എന്നിട്ട് മാന്യമായി ജീവിച്ചെങ്കിൽ അന്ന് സംസ്കാരമുള്ളൊരു ഭാഷ സ്ത്രീകൾക്ക് വശമായിരുന്നു. ആ ഭാഷ കൊണ്ടാണ് പുരുഷനെ നിയന്ത്രിച്ചു കൊണ്ടുപോയിരുന്നത് മുഴുവൻ. ആക്ടിവിസം വളർന്നപ്പോ ഭാഷ പോയി. അത് മധ്യമയിലേക്ക് വളരും. വൈഖരിയിൽ നിന്ന് മധ്യസ്ഥായിയിലെന്നും ഹൃദയത്തിൽ നിന്ന് വരുന്ന മധ്യമ എന്ന ഭാഷാരീതിയിലെന്നും രണ്ടർത്ഥത്തിലും പറയാം. അത് പ്രണവ ഉപാസന കൊണ്ടൊക്കെയാണ് സാധിക്കുന്നത്. ഉപാസനയെയൊക്കെ എതിർക്കുകയും മര്യാദകളെ ഉല്ലംഘിക്കുകയും ഒക്കെ ചെയ്തിട്ട് നേരാംവണ്ണമുള്ളൊരു വാക്ക് വരില്ല. ടി വിയൊക്കെ ഓൺ ചെയ്തിട്ട് നേതാക്കന്മാർ സംസാരിക്കുന്നത് നോക്ക്. അവരുടെ മുഖം നോക്ക്, അവരുടെ നെറ്റി നോക്ക്, അവരുടെ ചുണ്ടുകളും കൈകളും ഒക്കെ നോക്ക്. രാമായണത്തിലെ കുരങ്ങൻ സുഗ്രീവകാര്യത്തിനായി വന്ന് ബ്രാഹ്മണ വേഷധാരിയായി നിൽക്കുമ്പോൾ ലക്ഷ്മണനോട് രാമൻ പറയുന്ന ചിത്രവും ഒന്ന് നോക്ക്. ലക്ഷ്മണ, അവന്റെ മുഖം, അവന്റെ വക്രം, അവന്റെ ഭ്രൂകുടി, പുരികങ്ങൾ, അവന്റെ നെറ്റിത്തടം ഒക്കെ നീ ഒന്ന് നോക്ക്. ഒരബദ്ധവുമില്ലതിൽ. ശരീരവും ഭാഷയും വ്യാകരണവും സമുജ്വലമായി സംയോജിച്ചു പോവുക. ഭാഷ ഒരു ഭാഗത്തും ശരീര ഭാഷ വേറൊരു ഭാഗത്തും വികലങ്ങളായ ചേഷ്ടകളും ഒക്കെയായല്ല നിൽക്കുന്നത്. ഈ അനുഭൂതി കൈവരുന്നത് കൃത്യതയുള്ള അനുഷ്ഠാനങ്ങളിലൂടെയാണ്. അതിനാണ് ബ്രഹ്മബീജമനുസ്മരൻ. മനസ്സ് തന്റെ നിയന്ത്രണത്തിലെത്തണം. അതിന് ബ്രഹ്മബീജത്തെ സദാ സർവദാ ജപിക്കണം. മനോനിയന്ത്രണം കഴിഞ്ഞ് ബുദ്ധിയെ സാരഥിയാക്കണം. മനോനിയന്ത്രണമില്ലാത്തവന്റെ ബുദ്ധി മനസ്സിനടിമയായിരിക്കും. അതിനാണ് നേരത്തെ ഞാനൊന്ന് സൂചിപ്പിച്ചത്, വാസനയ്ക്കനുഗുണമായി പ്രിയാപ്രിയങ്ങളിൽ മുഴുകി പഠിച്ച ശാസ്ത്രം മുഴുവൻ പ്രിയത്തെ ന്യായീകരിക്കാൻ ഉപയോഗിക്കും. അതാണ് ഈ കാലഘട്ടത്തിന്റെ കുഴപ്പം. പണ്ഡിതന്മാരെ എന്തിനാ പോയി കാണുന്നത്?
വശത്താക്കാൻ പണ്ഡിതന്മാരെ കൂടെ നിർത്തുന്നത് എന്തിനാണ്? ദോഷങ്ങളെ ന്യായീകരിച്ച് പറയാൻ. അത് ദോഷമല്ലെന്ന് വ്യാഖ്യാനിക്കാൻ. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മണ്ഡലങ്ങളിലൊക്കെ, കുടുംബത്തിലൊക്കെ കാട്ടിക്കൂട്ടുന്ന തെറ്റുകളല്ല എന്ന് ലോകത്തെ പറഞ്ഞു ബോധ്യപ്പെടുത്തി സമാധാനിപ്പിക്കാൻ പണ്ഡിതന്മാർ വേണം. ശരിയല്ല. കൂടെ രണ്ടുപേരുണ്ടെങ്കിൽ എന്തും കാണിക്കാം. അവരുടെ ജോലിയാണ് പിന്നെ വ്യാഖ്യാനിച്ച് ശരിയാക്കി ജനത്തിന് കൊടുക്കാനുള്ളത്. തോന്നിയേ ചെയ്യുക, കഴിഞ്ഞിട്ട് അതിനെ ന്യായീകരിച്ചൊരു പത്രക്കുറിപ്പ് ഇറക്കുക. അതങ്ങനെയല്ല, ഇങ്ങനെയാണ്. ജനത്തെ വിശ്വസിപ്പിക്കാനാണ് നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളും അവാർഡും ഒക്കെ തരുന്നത്. ഞങ്ങൾ പറഞ്ഞാൽ ജനം വിശ്വസിക്കില്ല, ഞങ്ങൾ ചെയ്യും. അതിനെ ന്യായീകരിക്കാനാണ് നിങ്ങൾക്ക് ഈ ആനുകൂല്യമൊക്കെ. അത് ബുദ്ധി സാരഥിയാകാത്തതുകൊണ്ടാണ്. മനസ്സിനെ നിയന്ത്രിച്ച് ബുദ്ധിയെ സാരഥിയാക്കി മനസ്സുവഴി തന്നെ വിഷയങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മോചിപ്പിക്കുക. അപ്പോഴുണ്ടാകുന്ന ഊർജം വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പോകാതിരിക്കുമ്പോൾ സംജാതമാകുന്ന ഊർജം അതുപയോഗിച്ചാണ് ഊർധ്വമാർഗത്തിൽ സഞ്ചരിക്കുന്നത്. അതുപയോഗിച്ചാണ് അനുഭൂതിയുടെ തലങ്ങൾ ഉണ്ടാക്കുന്നത്. വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ പതിക്കുമ്പോഴെല്ലാം ഊർജം നഷ്ടപ്പെടും. വിഷയവിശിഷ്ടമായ യാത്രയല്ല ആത്മാവിലേക്കുള്ള യാത്ര. ബുദ്ധി സാരഥിയായിക്കഴിഞ്ഞാൽ മനസ്സുവഴി പോകുന്ന ഊർജം ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് പിൻവലിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ മനസ്സിനെ സഭാമധ്യത്തിൽ കൊള്ളക്കാരനെന്ന പോലെ വിഷയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ ഇത് പറയും ഭഗവാൻ. 2 പരിപാടിയാണ്. ഒന്ന്, വിഷയങ്ങളിൽ നിന്ന് പിന്തിരിയുക, നിരാഹാരിയാവുക. ഒരു ഭാഗത്ത് നിരാഹാരത, അപ്പുറത്ത് പരം ദൃഷ്ടി, ആത്മദൃഷ്ടി ഒരുമിച്ച് കൊണ്ടുപോകണം. ആ വഴിയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക, ബുദ്ധിയെ സാരഥിയാക്കുക എന്നാൽ ബുദ്ധി കൊണ്ട് വിഷയങ്ങളുടെ ഗുണദോഷ വിവേചനം ചെയ്യുക. നിത്യം, അനിത്യം, സുഖം, ദുഃഖം, പ്രിയം, അപ്രിയം, ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളെ മുന്നിൽ കാണുമ്പോൾ അവയെ ഗുണദോഷ വിചിന്തനം ചെയ്ത് മനസ്സ് ബുദ്ധി ചേരുമ്പോൾ സാർവലൗകികയായി മാറുകയും സർവാനുഭവങ്ങളും
ഏകത്ര തനിക്കുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. ലോകത്തിൽ എവിടെയെങ്കിലും ഒരാൾ വിഷയേന്ദ്രിയ വ്യാപാരം കൊണ്ട് ഒരു ദുഃഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ, ലോകത്തെവിടെയെങ്കിലും ഒരാൾ വിഷയേന്ദ്രിയ വ്യാപാരം കൊണ്ട് ക്ലേശിച്ചിട്ടുണ്ടെങ്കിൽ, ബുദ്ധി സാരഥിയായി നിൽക്കുന്നൊരു വേളയിൽ സർവവ്യാപകമായ മനസ്സിനെ സാർവലൗകികമായി വ്യാപരിപ്പിക്കുവാൻ കഴിയുന്ന ബുദ്ധിക്ക് ലോകത്തെവിടെയും എപ്പോഴും സമാനമാനവൻ അനുഭവിച്ചിരിക്കുന്ന വേദനകളെ തിരിച്ചറിയാൻ കഴിയുകയും ആ വഴിയിലേക്ക് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിലേക്ക് വ്യാപരിപ്പിക്കാതിരിക്കുകയും ചെയ്യും. ഇതാണ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം നമുക്ക് നഷ്ടപ്പെടുത്തുന്നത്. പട്ടിയെ കണ്ടിട്ടുണ്ടാവും. ബൈക്ക്, സ്കൂട്ടർ, കാറോ ഒക്കെ പോകുമ്പോൾ പട്ടി പുറകെ ഓടുന്നത് കണ്ടിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പട്ടിയുടെ വാലിൽ ഒരു സ്കൂട്ടർ കയറിയതിന്റെ ഓർമ്മയിലാണ് നിങ്ങളത് ഓടിക്കുന്നത്. മനസ്സിലായില്ല? ആ ഉപകരണം അപകടകാരിയാണെന്നും തന്റെ വർഗത്തിന് സ്വച്ഛന്തമായി വഴിയിലൊന്ന് കിടന്നുറങ്ങാൻ പറ്റില്ലെന്നും അതിന്റെ ബുദ്ധി സാരഥിത്വേന അറിയുന്നത് കൊണ്ടാണ് നിങ്ങളെ ഇട്ട് ഓടിക്കുന്നത്. കണ്ടിട്ടില്ല? അതിന്റെ വാലേ കയറിയത് കൊണ്ടല്ല. അതുപോലെ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയം പോകാൻ തുടങ്ങുമ്പോൾ ബുദ്ധി സാരഥിയായി തീർന്നിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്നത് ഇപ്പോൾ അനുഭവവേദ്യമാവും. വരാൻ പോകുന്ന ഭാവി അനുഭവവേദ്യമായാൽ അത് ശരിയല്ല എങ്കിൽ പോകാതിരിക്കും. ഇപ്പോൾ അനുഭവവേദ്യമല്ലെങ്കിൽ ഇപ്പോഴത്തെ സുഖത്തിനായി ഇന്ദ്രിയങ്ങളിലേക്ക് വിഷയം പോകും. നാളെ അപകടം വരുമ്പോൾ കയ്യും കാലും ഇട്ടടിക്കും. ഇതാണ് ഈ വൈജ്ഞാനിക ശാഖയിലെ അനുഭവത്തിന് ആഗ്രഹിക്കുന്നവർ നേടുന്നത്. അതാണ് അവർക്ക് വിനയമുണ്ടാക്കുന്നത്. അതാണ് അവരെ മധ്യമയിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് അവരുടെ അഹങ്കാരത്തെ എടുത്തു കളയുന്നത്. അതാണ് അവർ ലളിതമായി ജീവിക്കാൻ കാരണമായി തീരുന്നത്. അതുതന്നെയാണ് അവരുടെ പ്രിയാപ്രിയങ്ങളെ ഇല്ലാതാക്കുന്നത്. മതിയാവോ? മതിയാവോ? ഇത് നമുക്ക് പറ്റാത്തത് നമ്മുടെ ബുദ്ധി സാരഥിയായി തീർന്നിട്ടില്ല. അതുകൊണ്ട് ബുദ്ധിയെ പിടിച്ച് മനസ്സിനൊരു അഹങ്കാരം ഉണ്ടാവും. ശീലങ്ങളുടെ, പൂർവപൂർവ വാസനകളുടെ, സ്ഥാനമാനങ്ങളുടെ, ജന്മസംസിദ്ധമായ ജാതിമതാദികളുടെ, ബന്ധുബലത്തിന്റെ, ധനാദികളുടെ, ഇതൊക്കെ മനസ്സ് രൂപാന്തരപ്പെടുത്തും. ഇന്ദ്രിയങ്ങളിലേക്ക് ആ ഭാഷ വരും, ശരീരത്തിലേക്ക് ആ ഭാഷ വരും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ വിവേചനം ചെയ്യണം ബുദ്ധിയുണ്ട്. വിഷയങ്ങളുടെ ഉപഭോഗം കൊണ്ട് ബുദ്ധി അങ്ങനെ ചെയ്തില്ലെങ്കിൽ വിഷയോപഭോഗ രചന കൊണ്ട് മൃത്യുമുഖത്തെത്തും. ദേഹധാരണാതിരിക്ത വിഷയങ്ങളുടെ ഉപഭോഗം ചെയ്യാത്തവരും കൂടി
മൃത്യുമുഖത്തെത്തും. രണ്ടു കൂട്ടർ വിഷയങ്ങളുടെ ഭോക്താക്കൾക്ക് അവസാനത്തെ ക്ലേശം സഹിക്കാനും കൂടി കഴിയില്ല. ഇതുവരെ ശാരീരികവും മാനസികവും ഐന്ദ്രികവും ബൗദ്ധികവും ആയ ക്ലേശങ്ങൾ അനുഭവിക്കാനാണ് ബുദ്ധി മനസ്സുകളെ സ്വതന്ത്രമാക്കി വിട്ട് വിഷയലോകങ്ങളിലൂടെ ഭ്രമിച്ച് പ്രജ്ഞാപരാധം വന്ന് ധൃതി സ്മൃതി വിഭ്രംശമായി ഈ കറങ്ങിയത് മുഴുവൻ. എന്നിട്ട് ഇതൊക്കെ വരരുതെന്ന് ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ വരാനാ പണിയെടുത്തത് മുഴുവൻ. ബുദ്ധിക്ക് ഭ്രംശം വരാനുള്ള പണികൾ മാത്രമാണ് ഇതുവരെ ചെയ്തത്. അസത്യവും അനൃതവും അനാചാരവും അധർമ്മവും എല്ലാം ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അറിയാം വരാനിരിക്കുന്ന കാലം നിസ്സാരമല്ല. പിന്നെ ചില്ലറ ക്ലേശമാണോ? പലരും കിടക്കുന്ന കണ്ടിട്ടില്ലേ? അനായാസേന മരണം കിട്ടണമെങ്കിൽ ചെറിയ പണികൊണ്ട് പറ്റുമോ? ആയാസപൂർവകമായ ഒരു മരണം, അതിന്റെ ക്ലേശം, അത് സഹിക്കാനുള്ള കഴിവുണ്ടോ? അതുണ്ടെങ്കിൽ മതി, കുഴപ്പമില്ല. വരട്ടെ, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, അനുഭവിക്കുക തന്നെ. ഒരു ചെറിയ വേദന സഹിക്കാൻ പറ്റുമോ? മക്കളെയും ബന്ധുക്കളെയും ഒക്കെ പീഡിപ്പിക്കും നമുക്ക് വേദന വന്നേനെ. അതിന് അവരെന്ത് ചെയ്യാനാ? അവരുള്ളാലേ പറയുന്നുണ്ട്, ഇത്രയൊക്കെ വന്നുള്ളല്ലോ. കൂടെ കൊണ്ടുവരുമ്പോ അവരുടെ മുഖം നോക്കുമ്പോ അറിയാം ഇതിങ്ങനെയൊന്നും പോവില്ല, ഇത്രയൊക്കെ വന്നുള്ളല്ലോ. എന്നോട് കാണിച്ചത് ഓർത്താൽ ഇത്രയൊന്നും പോരാ. ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ കൊണ്ടുവരുമ്പോഴും ഭർത്താക്കന്മാര് ഭാര്യമാരെ കൊണ്ടുവരുമ്പോഴും ഒക്കെ ആ കൊണ്ടിരുന്നവന്റെ മുഖത്തോട്ട് നോക്കിയാൽ അറിയാം. ഓ, എന്റെ സ്വാമി ഇത്രയൊക്കെ ഇയാൾക്ക് വന്നുള്ളല്ലോ, ഞാൻ അതാ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. വല്ല മരുന്നും കുറച്ചുകൂടെ വരുന്നത് വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് കൊട. ഇയാൾ ഇത്രയൊന്നും അനുഭവിച്ചാൽ പോരാ എന്ന് തോന്നുന്ന വിധമുള്ളൊരു നിപ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല. നല്ല രസമാണ് അത് കാണാൻ. രാവിലെ മുതൽ എൻ്റെ വലത്തുവശത്ത് വന്നിരുന്നാൽ മതി, വരുന്നവരെ നോക്കിയാൽ മതി, മനസ്സിലാവും. ഞാൻ അതാ നോക്കുന്നത്, മരുന്ന് കുറിക്കുന്നതിന്. അല്ല, നിങ്ങൾ പറയുന്നത് കേൾക്കുകയല്ല. നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കൂല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലേ? നിങ്ങൾ ഇതുവരെ സത്യം പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയുന്നത് കേട്ട് മരുന്ന് എഴുതി തന്നാൽ വല്ലതിനും റിസൾട്ട് കിട്ടുമോ? നിങ്ങൾ 2-3 മണിക്കൂർ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ ഡോക്ടർമാരെല്ലാം മരുന്ന് എഴുതിയത്. അത് ഫലിക്കാത്തതുകൊണ്ടല്ലേ എന്നെ കാണാൻ വന്നേ. ശരിയല്ല, ശരിയല്ല. അമലയിൽ പോയി, അമൃതയിൽ പോയി, ലേക്ക് ഷോറിൽ പോയി, RCC പോയി, വെല്ലൂര് പോയി, അവിടെയൊക്കെ ചെന്ന് ഡോക്ടർമാരെ പറ്റിച്ചേച്ച് വന്നിരിക്കുകയാണെങ്കിൽ നമ്മളെയും കൂടെ പറ്റിക്കാൻ. ഉറക്കെ അജിരിക്കുന്ന നുണയുണ്ടോ പറഞ്ഞത്? 2-3 മണിക്കൂർ നിങ്ങൾ വർത്തമാനം പറഞ്ഞ് അതൊക്കെ കേട്ട് പാവങ്ങൾ എഴുതി തന്നതാണ്. നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കും എന്ന് വിചാരിച്ചു.
അതിനാണ് ഞാൻ പുറത്ത് ഒരുപാട് പേരെ ഇരുത്തിയിരിക്കുന്നത്, പുസ്തകമായിട്ടും കൊടയായിട്ടും ഒക്കെ. നിങ്ങൾ കുറേ നേരം അവരോട് പറഞ്ഞുകൊടുക്കുക, അവർ കേൾക്കുന്നുണ്ട്. ശരിയല്ല? 1 മണിക്കൂറൊന്നുമല്ല, 3-4 മണിക്കൂർ പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പോക്കറ്റിൽ അവർ കൈയിടുമ്പോൾ സൂക്ഷിച്ചോണം. ശരിയല്ല? ശരിയല്ല? പറയാൻ ഒത്തിരി സൗകര്യമാണ്. പിന്നെ നിങ്ങൾ തമ്മിലും പറയുന്നുണ്ട്. ശരിയല്ല? മരുന്നൊക്കെ എഴുതി മേടിച്ച് പുറത്ത് വന്നു കഴിഞ്ഞാൽ ചീട്ട് അവിടെ കൊടുത്തേച്ച് പിന്നെ നിങ്ങൾ തമ്മിലും പറയുന്നുണ്ട് മണിക്കൂറുകളോളം. ഇത്രയൊക്കെ പോരെ? ഞാൻ തന്നെ കേൾക്കണമെന്ന് നിർബന്ധം പിടിക്കണം? നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ കേട്ടാലത്തെ കാര്യമൊന്ന് ആലോചിച്ച് നോക്കി. എന്റെ ഗതി എന്താ? അപ്പം അത് കാരണം മനസ്സ് ബുദ്ധിയിലേക്ക് ഊന്നാത്തതുകൊണ്ടാണ്. അത് പഠിപ്പിക്കാനായി ഉദാഹരണം പറഞ്ഞ വേറൊന്നിനും അല്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ബുദ്ധി ഉറച്ചാണ് നിൽക്കുന്നതെങ്കിൽ അതിന് സാർവലൗകികത്വമുള്ളൊരു മനസ്സ് കിട്ടും. ആ മനസ്സിന് സർവലോകരുടെയും അനുഭവങ്ങളിലേക്ക് കടന്നു കയറുവാനുള്ള സൂക്ഷ്മത കിട്ടും. മനസ്സിനെ സൂക്ഷ്മമാക്കിയെടുക്കുന്നത് ബുദ്ധി ഉപയോഗിച്ചാണ്. വളരെ ചെറുപ്പത്തിൽ സാധന ചെയ്യണം. അതിന് അച്ഛനമ്മമാർ കൂടെ നിർത്തി സാധന ചെയ്യിപ്പിക്കണം. മനസ്സിന്റെയും ബുദ്ധിയുടെയും ഈ തലമാണ് സാധന ചെയ്ത് ഉറയ്ക്കേണ്ടത്. ഇല്ലെങ്കിൽ ഇനി ഈ പ്രായത്തിൽ സാധന ചെയ്യാൻ ഒരുങ്ങിയാൽ ആ നിഷ്കളങ്കത വേണം. മനസ്സിലായില്ല? പ്രായമായത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ നിഷ്കളങ്കത കിട്ടണം. കിട്ടുമോ? കിട്ടിയാൽ പറ്റും. വളരെ നിഷ്കളങ്കമായ ആ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ബുദ്ധി സാരഥിയായി കിട്ടും. ബുദ്ധിയെ സാരഥിയാക്കിയാൽ മാത്രമേ മനസ്സി നിയന്ത്രണത്തിൽ പെടുകയുള്ളൂ. അങ്ങനെയുള്ളൊരവസ്ഥയിൽ എത്തിക്കിട്ടിയാൽ ക്ലേശങ്ങൾ അസ്തമിക്കും. ക്ലേശങ്ങൾ പൂർവാശ്രിതങ്ങളായി കിടപ്പുണ്ടെങ്കിൽ അവയെ സഹിക്കാനുള്ള ശക്തിയും ലഭിക്കും. രണ്ടും ലഭിക്കും. ഉള്ള ക്ലേശങ്ങൾക്ക് സഹനശക്തി ലഭിക്കും. ക്ലേശങ്ങളായിക്കൊള്ളട്ടെ, അതിനുള്ള സഹനശക്തിയെങ്കിലും കിട്ടിയാൽ മതി. മനസ്സിലായില്ല? ക്ലേശങ്ങൾ വളരെ കൂടുതൽ, സഹനശക്തി അല്പവുമില്ല. എന്താകും ഗതി? ഇതാ ഇന്ന് പറ്റിയിരിക്കുന്നത്. അപ്പോ വിയോഗ ദുഃഖത്തിന്റെ അതിവേദനയിലെത്താതിരിക്കണമെങ്കിൽ ഈ സഹനം കിട്ടണം. എന്നാൽ സംയമശീലരായവർക്ക് മനക്ലേശം ഉണ്ടാകുന്നില്ല. ഇപ്രകാരം ബുദ്ധി ഉറയ്ക്കുമെങ്കിൽ ഇന്ദ്രിയങ്ങൾ ക്രമത്തിൽ നിയന്ത്രണത്തിലാവും. അതുകൊണ്ട് ലാഭഹാനിയും മറ്റും തന്റെ പ്രാരബ്ധമെന്നറിഞ്ഞ് സമഭാവനയിൽ കഴിയുന്നതിന് അയാൾക്ക് കഴിയും. അതാ ഇതിന്റെ മെച്ചം. എവിടെയെങ്കിലും ഒരു നഷ്ടം വന്നാൽ വലിയ ചാഞ്ചാട്ടമൊന്നും മനസ്സിലുണ്ടാവില്ല. അത് നഷ്ടമല്ല എന്ന് അയാൾക്ക് ബോധ്യമാവും. കാരണം എൻ്റെ മനസ്സിന്റെ ഇന്നലത്തെ കൽപ്പനകളുള്ള വേറൊരാൾക്കാണ് അത് ലഭ്യമായിരിക്കുന്നത്. ഫലം മേ സ്യാത് എന്നില്ല, ഫലം സ്യാത് എന്ന് മാത്രമേ ഉള്ളൂ. ഫലം ഉണ്ടാവും, അതെനിക്കായിരിക്കണം എന്നില്ല. അതുകൊണ്ട് ഞാൻ ചെയ്ത ഈ കർമ്മങ്ങളുടെയൊക്കെ ഫലം അപ്പുറത്ത് കണ്ടു നിന്ന് ഒരുത്തന് കിട്ടിയിരിക്കുന്നു. അവന്റെ അനുഭവം, അതുപയോഗിച്ചുള്ള അവന്റെ അനുഭവം ആസ്വദിക്കാൻ എനിക്ക് കഴിയുന്നു. അപ്പൊ ദുഃഖം വരില്ല, ദുഃഖിപ്പിക്കാൻ പറ്റുകയില്ല. മറ്റത് എനിക്ക് കിട്ടിയാൽ മാത്രമേ സന്തോഷിക്കാൻ പറ്റൂ. ഈ പരിതസ്ഥിതിയിലാണ്
ഒരാൾ ജപധ്യാനങ്ങളൊക്കെ തുടരേണ്ടത്. ഇത്രയും പരിതസ്ഥിതി സംജാതമാക്കിയിട്ട് വേണം ജപധ്യാനാദികൾക്കൊരുങ്ങാൻ. അവിടെയാണ് ബ്രഹ്മബീജമനുസ്മരൻ എന്ന് പറയുന്നത്. പാഠാന്തരം: മനഃകർമ്മഭിരാക്ഷിപ്തം ശുഭാർത്ഥേ ധാരയദ്ധിയ. അതിനൊരു പാഠഭേദമാണ്, പാഠാന്തരമാണ് ഈ പറഞ്ഞത്. മനഃകർമ്മഭിരാക്ഷിപ്തം ശുഭാർത്ഥേ ധാരയദ്ധിയ. ബ്രഹ്മബീജം, പ്രണവം, ഓങ്കാരം നിരന്തരം സ്മരിക്കുക. ബ്രഹ്മലക്ഷ്യത്തില് സാവകാശമില്ലാതിരിക്കുക. മനസ്സിനെ അങ്ങനെ പിടിക്കുക. നിരന്തരം ബ്രഹ്മലക്ഷ്യത്തിൽ ചലിക്കുക. എന്നാൽ അവയ്ക്കെല്ലാത്തിനും കുറേ കാലമില്ല, അതുകൊണ്ട് സാവകാശമില്ല. നമ്മുടെ സംസ്കാരവും കർമ്മവും കൊണ്ട് മനസാക്ഷിപ്തമാണെന്ന് അറിയുക. അത് സദാ ചാടിക്കളിച്ചുകൊണ്ടിരിക്കും മനസ്സ്. മനസ്സിന്റെ കളി മുഴുവൻ അതിന്റെ വാസനയ്ക്കനുസരിച്ചാണ്. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല. വാസന കുറഞ്ഞു നിന്നിരുന്ന പഴയ കാലങ്ങളിൽ ഒരാൾ ഉറങ്ങി ഉണർന്നാൽ ഇന്നത് ചെയ്യാൻ കഴിയുമെന്ന് തലേ ദിവസം തീരുമാനിച്ച് ചെയ്യാൻ കഴിയും. ഇന്നൊരാൾക്കും തലേ ദിവസം വിചാരിച്ചിട്ട് കിടന്നത് ഒന്നും ചെയ്യാൻ കഴിയും. ഇന്നത്തെ നിയമം അന്നേരം തീരുമാനിക്കാമെന്നാണ്. ഒന്ന്, മനസ്സിന് തുടർച്ചയില്ല. രണ്ട്, മനസ്സിന് ക്രമമില്ല. ഒരു ടൈം ടേബിൾ. മൂന്ന്, എന്തിനോടും എവിടെ വെച്ചും വിട പറയുന്നതാണ് മനസ്സ്. ഉത്തരവാദിത്തഹാനിയുള്ളതാണ് മനസ്സ്. മനസ്സാണ് കർമ്മമെന്ന് മനസ്സിന് തന്നെ അറിയില്ല. മുമ്പാണെങ്കിൽ ഞാനൊരു കർമ്മം തുടങ്ങി, മറ്റൊരുത്തന്റെ സ്ഥലത്താണ് അത് തുടങ്ങിയത്. ഞാനാണ്, എൻ്റെ മനസ്സാണ്. അതൊരിടത്ത് കൊണ്ട് എത്തിക്കുന്നിടം വരെ ഭംഗിയായി എത്തിച്ച് ഒരുവനെ ഏൽപ്പിച്ച് കൊടുക്കുന്ന വരെ എൻ്റെ മനസ്സാണ്, അല്ലെങ്കിൽ പോവുക എന്നറിഞ്ഞ് നിൽക്കണമെന്ന് ഏതൊരാൾക്കും ചിന്തയുണ്ടായിരുന്നു. അത് മനസ്സിന്റെ വികാസമാണ്. ഇന്ന് അങ്ങനൊന്നില്ല. എന്തും തുടങ്ങാം, എന്തും എപ്പോൾ വേണമെങ്കിലും അവസാനിപ്പിക്കാം. നിങ്ങൾ പിള്ളേരെയൊക്കെ വളർത്തിയിരിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ കുടുംബജീവിതം ഉൾപ്പെടെ എല്ലാം അങ്ങനെയാണ്. തുടങ്ങാൻ ഒരു പ്രയാസമില്ല, അവസാനിപ്പിക്കാൻ അത്രയും കൂടെ പ്രയാസമില്ല. ഇച്ഛ തെറ്റിയാൽ അച്ചി പുറത്താണ്. ശരിയല്ല, ശരിയല്ല. മറ്റേതല്ല. മറ്റതിനൊരു ക്രമമുണ്ട് മനസ്സിന്റെ. ഉത്തരവാദിത്തമുണ്ട് മനസ്സിന്. അതൊന്നും ഇല്ലാത്തവർ എന്ത് തലയും കുത്തി നിന്നിട്ടും കാര്യമില്ല.
സ്വാതന്ത്ര്യമെന്നത് ആത്മസ്വാതന്ത്ര്യമാണ്. അത് ലഭിക്കണമെങ്കിൽ അനുസ്യൂതതയെക്കുറിച്ചുള്ള അഭിലഷണീയമായ ചിന്ത അനിവാര്യമാണ്. സാമ്പ്രദായിക തഥ്യയിൽ ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ഇവിടെ മനസ്സ് വളരെ ഇതാണ്. നമ്മുടെ എല്ലാ കർമ്മവും സംസ്കാരവും കൊണ്ട് മനസ്സ് ആക്ഷിപ്തമാണ്. അങ്ങനെയുള്ള ആ മനസ്സിനെയാണ് നോക്കേണ്ടത്. അത് നിരന്തരം ചാടിക്കളിക്കും. മുഴുകിയത്, അതിൽ മുഴുകിയത്, കർമ്മങ്ങളിൽ മുഴുകിയ മനസ്സ്, പൂർവാർജിത സംസ്കാരത്തിൽ മുഴുകിയ മനസ്സ്. ഒരു മിനിറ്റ് ഒന്ന് ഇരുന്നു നോക്കി. പ്രപഞ്ചത്തിൽ നിന്ന് വലിയാൻ കണ്ണങ്ങടയ്ക്ക്, ചെവി ഇങ്ങനെ പൊത്തിപ്പിടിക്കുക, രണ്ട് കാലും നാട്ടി വെച്ച് ചെവി പൊത്തിപ്പിടിക്കുക. അങ്ങനെയാണല്ലോ നിൽക്കുന്നത് അല്ലേ? എന്നിട്ടൊന്ന് ധ്യാനിക്കാനിരുന്നേ. ചെവി പൊത്തി കണ്ണു അടച്ചിരിക്കുന്ന നിങ്ങളിലേക്ക് ചിത്തങ്ങൾ ഇങ്ങനെ വരുന്നതാണ്. മനസ്സിലായില്ല? ചിന്ത ഒരെണ്ണം വരും, അതിന്റെ പുറകെ ഒന്ന് പോയി നോക്കി. കുറെ കഴിയുമ്പോൾ അത് ഒരിടത്ത് വെച്ച് അത് അങ്ങ് മാറിയിട്ട് വേറൊരു വേഷം ധരിച്ച് വേറൊന്നായിട്ട് മാറും. നിങ്ങളെ കളിപ്പിച്ച് ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയുള്ള അച്ഛനെ കുറിച്ച് ചിന്തിക്കാൻ തോന്നും. മനസ്സിലായില്ല? അച്ഛനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ വയസ്സുകാലത്ത് പണ്ട് അയാൾ കളിപ്പിച്ചതിനെ പറ്റി ചിന്തിക്കും. അയാൾ കളിപ്പിച്ചതിനെ പറ്റി ചിന്തിക്കുമ്പോഴേക്ക് പിനിയൽ ഗ്രന്ഥി ഗതികേടിലാവും, പിറ്റ്യൂട്ടറി ഗതികേടിലാവും, അഡ്രീനൽ ഗതികേടിലാവും. അവിടെ വെറുതെ ഇരുന്നിട്ട് ഏറ്റുപോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ ഷുഗർ അടിച്ച് കയറും. ഒന്നും തിന്നണ്ട. കാരണം ഈ സ്ത്രീധനം ആ ഗതികേടുണ്ടാക്കിയില്ല. പിടിയിട്ടില്ല. ചിത്തത്തിന് ഒരു മര്യാദയില്ല. ഇവനിങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചിത്തം വരുമെന്ന് അറിയുന്നതുകൊണ്ടാണ് കർമ്മത്തിൽ വ്യാപരിക്കണം. നിഷ്കാമ കർമ്മത്തിൽ വ്യാപരിച്ചു വേണം ചിത്തങ്ങളിൽ നിന്ന് മോചനം നേടാൻ. അല്ലാതെ ഒരു ചിത്തവും ഇരുന്ന് ചിന്തിച്ചൊന്നും പോവില്ല, എത്ര പ്രബലനിലും. അതുകൊണ്ട് ആ നിലയിലൊരുത്തൻ എത്തിയാലും ലോകസംഗ്രഹാർത്ഥം കർമ്മം തുടരണം. നമേ വർദ്ധാസ്തി കർത്തവ്യം തൃഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. അതാണ് മര്യാദയുള്ള സിദ്ധാന്തം. എന്തെങ്കിലും വേണ്ടിയിട്ടല്ല അർജുന ഞാൻ ഈ കർമ്മമെല്ലാം ചെയ്യുന്നത്. മനസ്സിലായില്ല? കർമ്മം ചെയ്തില്ലെങ്കിൽ ഈ ലോകം നടത്തിപ്പുണ്ടാവില്ല. അതുകൊണ്ട് ചെയ്യുക. സംഘം ഏറ്റവും കൂടുതൽ ഉള്ളവനേക്കാൾ സംഘമുള്ളവനെ പോലെയാണ് ആ യുദ്ധക്കളത്തിലും ചുറ്റുപാടുമൊക്കെ കിടന്ന് കൃഷ്ണൻ കളിച്ചത്. മനസ്സിലായില്ല? അതിന്റെ കാരണം ഇതാ. അല്ല, ഒന്നും കിട്ടാനില്ല, ഒന്നും വേണ്ട. ഇനി ഈ ലോകത്തുനിന്ന് ഒരു സാധനവും അദ്ദേഹത്തിന് ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം ആവശ്യമില്ല എന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടുവരുന്നില്ല. അതാണ് അതിന്റെ വ്യതിയാനം. വെറുതെ ഇരുന്നുമില്ല. ഇതിന് കാരണം വാസന ഇങ്ങനെ പെരുകി വരും. ഒന്ന് ഇരുന്നു നോക്കും, വെറുതെ ഇരിക്കാൻ പറ്റുമോ നോക്കും. ഞാനിന്ന് വെറുതെ ഇരിക്കാൻ പോകും. അങ്ങനെ ഒരു ഇരിപ്പുണ്ടോ? നഹി കശ്ചിത് ക്ഷണമപി ജാതു തിഷ്ഠത്യകർമ്മകൃത്. അതുകൊണ്ട് 4 സൂത്രങ്ങൾ ഭഗവത്ഗീതയിലും നൽകും. 4 വൈദിക സൂത്രങ്ങൾ. കർമ്മണിയേവ തേ അധികാരഃ മാ ഫലേഷു കദാചന മാ കർമ്മ ഫലഹേതുർഭൂഃ
മാതേ സംഘു സ്വകർമ്മണി 4 വൈദിക സൂത്രങ്ങളാണ്, കർമ്മത്തിന്റെ സിദ്ധാന്തങ്ങളാണ്. ഇതിങ്ങനെ അനുസ്യൂതമായി ഒന്ന് മുഴുകും. ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഇരിക്കാൻ പറ്റൂല. കർമ്മവും വരും, വാസനയും വരും. അപ്പൊ സംസ്കാരം, പ്രബലമായ വാസന രൂപാന്തരപ്പെട്ട് സംസ്കാരമായി കിടപ്പുണ്ട്. അനേക ജന്മസംസിദ്ധമായി അതിനെ സംസ്കരിച്ച് അതില്ലാതെ പറ്റില്ല എന്ന് മനസ്സുറച്ച് മനസ്സും അതുമായി കൂട്ടുകെട്ടുണ്ടാക്കി കിടക്കുകയാണ്. അപ്പൊ നിയമം ഉണ്ടാക്കിയാൽ, നീതി ഉണ്ടാക്കിയാൽ വാസന പോവോ? നിങ്ങൾ പറയുന്നത് ജനാധിപത്യത്തിൽ നിയമമുണ്ട്, കോടതിയുണ്ട്, അതൊക്കെ അനുസരിച്ച് ജീവിക്കണം. പറ്റുമോ? നിങ്ങൾ കുറെ നിയമം ഉണ്ടാക്കിയിട്ട് ഈ വാസനയൊക്കെ അതിനനുസരിച്ച് ജീവിപ്പിക്കാൻ പറ്റുമോ? മുഴുകുന്ന വാസനകളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ വിദ്യാഭ്യാസം കൊടുക്കാതെ നിങ്ങളുടെ നിയമം എല്ലാത്തിനേ ഉള്ളൂ. ഒരുത്തന്റെ വാസന ശമിപ്പിക്കാതെ നിങ്ങൾ നിയമം ഉണ്ടാക്കുകയാണ്. എങ്ങനെ നടക്കാൻ? നടക്കൂല. നിങ്ങളുടെ എല്ലാ നിയമവും അങ്ങനെയാണ്. വഴിനീളെ മൂത്രമൊഴിക്കാനൊരു സൗകര്യം ഉണ്ടാക്കി വെക്കാതെ മൂത്രമൊഴിക്കുന്നവനെ ശിക്ഷിക്കാൻ നിയമം ഉണ്ടാക്കും. വിവരദോഷി. ശരിയല്ല. നിങ്ങളുടെ നിയമത്തിനൊക്കെ അത്രേ പ്രസക്തിയുള്ളൂ. നിയമം ഉണ്ടാക്കുമ്പോൾ അതിനു മുമ്പ് അത് സംഭവിക്കാതിരിക്കാനുള്ളത് ആദ്യം ആലോചിക്കണം. അതിന് വിവരമുള്ളവൻ ഭരിക്കാൻ കയറണം. അണ്ടനും അഴകോടനും കയറിയാൽ നേരെയാവില്ല. അതിനെ നേരം കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് വാസന നോക്കണം. വീട്ടിൽ പിള്ളേരെ നിയന്ത്രിക്കുമ്പോഴും നോക്കണം വാസനയാ പെരുകി വരുന്നത്. വാസന ഉണ്ടാക്കാനുള്ള ഭക്ഷണമാണോ കൊടുക്കുന്നത്? വാസന വർദ്ധിപ്പിക്കുന്ന സീരിയലുകളാണോ വീട്ടിൽ ഓൺ ചെയ്ത് വെക്കുന്നത്? തള്ളയും തന്തയും കൂടെ വാസന വർദ്ധിക്കുന്ന കൂട്ടുകെട്ടിലേക്കാണോ വിടുന്നത്? വാസന പെരുപ്പിക്കാനാണോ പണം വാരി കൊടുക്കുന്നത്? ഇത് കഴിഞ്ഞിട്ട് എന്റെ കൊച്ചു നേരെയായില്ല, സ്വാമി ഇതിനൊന്ന് നേരെയാക്കാം. മനസ്സിലായില്ല. ഇതിന് വല്ല മരുന്നുണ്ടോ നേരെയായ? അപ്പോഴാണ് ഞങ്ങളൊക്കെ പറയുക മത്തം കുത്തി വെള്ളരി വളരുകയിലാണ്. അത് ഇഷ്ടപ്പെടത്തുമില്ല. മനസ്സിലായില്ല. മത്തം കുത്തി വെള്ളരി ഉണ്ടാക്കാൻ വരിക പറഞ്ഞാൽ മനസ്സിലായില്ല. നടക്കുവോ? ആ വിത്ത് ഗുണം 10 ഗുണം. ഇനിയിപ്പോ അകത്തൊന്നും സംശയം ചോദിക്കണ്ടല്ലോ, അതിനാ ഈ പരസ്യമായിട്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ സംസ്കാരവും കർമ്മവും കൊണ്ട് മനസ്സാക്ഷിപ്തമാണ്. അത് സദാ ചാടിക്കളിക്കും, ഒരു നിമിഷം ഇരിക്കില്ല. ആക്ഷിപ്തമാകാതെ പതുക്കെ പതുക്കെ ബ്രഹ്മത്തിലേക്ക് എത്തിക്കുക. അതിനാണ് ബ്രഹ്മബീജമനുസ്മരൻ. അതിനായി ശ്രമിക്കുന്നത്. ഇടയ്ക്ക് താഴോട്ട് പോവും, പൊക്കോട്ടെ, സാരമില്ല, എന്നാലും പയ്യെ പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരാഴ്ചയൊക്കെ മസിൽ പിടിച്ചിരുന്ന് ജപിക്കാൻ പറ്റും. മന്ത്രദീക്ഷയൊക്കെ മേടിക്കും, എന്നിട്ട് അടച്ച് പിടിച്ച് ഒരാഴ്ച ജപിക്കും. ചിലർ ഒരു ദിവസം. പിന്നെ വേറെ ഒരിടത്തുനിന്നും പുതുത് കിട്ടിയാലേ ജപിക്കാൻ പറ്റും. ഇങ്ങനെ 1000, 2000 ഒക്കെ ദീക്ഷയുള്ളവരുണ്ട് ഇല്ലേ? ദീക്ഷയുടെ എണ്ണത്തിൽ കാര്യമൊന്നുമില്ല. ഇരുന്ന് ജപിക്കാൻ പറ്റുമോ? ആരെ കണ്ടാലും ഓടിപ്പോയി ചോദിക്കും, ഒരു ദീക്ഷ തരാമോ? എന്നോട് ചോദിക്കാതിരിക്കാനാ ഞാനിത് പഠിച്ചു കളഞ്ഞിരിക്കുന്നത്.
ഇത് മനസ്സിലായില്ല. അതുകൊണ്ട് ശുഭാർത്ഥത്തിൽ മുഴുകണം, ശുഭവിഷയങ്ങളിൽ സദാ സർവദാ ശുഭത്തിൽ മുഴുകുക. പറ്റില്ല. നിത്യവും വായിക്കുന്നുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട. നമ്മുടെ മോശമായ സംസ്കാരങ്ങൾ ഉണരാൻ നിത്യേന പത്രം മാത്രം വായിച്ചാൽ മതി. ആത്മവികാസം ആഗ്രഹിക്കുന്നവൻ പത്രം വായിക്കരുത്. ഒട്ടേറെ മാസികകൾ വായിക്കരുത്. ഒട്ടേറെ മാസികകൾ TV അന്നേരാണ് വിവരമുള്ളവരാകുന്നത്. ലോക വിഷയങ്ങൾ അറിയാൻ ഇത് വായിക്കേണ്ട കാര്യമില്ല. അത് വായിച്ചാൽ പെട്ടെന്ന് രോഗിയാവും, വളരെ വേഗത്തിൽ രോഗിയാവും. രോഗനിർമ്മാർജ്ജനം ഉണ്ടാവില്ല. പഴയ കാലത്ത് ആരോഗ്യമാസികയില്ല, പത്രമില്ല, ഇതൊന്നും ഇല്ലാത്ത കാലത്ത് മനുഷ്യന് ആരോഗ്യം ഉണ്ടായിരുന്നു. ഞാൻ പലവട്ടം പറഞ്ഞതാണ്, 10 പ്രസവിച്ച പെണ്ണുങ്ങൾ പട്ടിണി കിടന്നിട്ടാണ് പ്രസവിച്ചത്, ആരോഗ്യമുള്ള പിള്ളേരെ. ഈ മാസികയും പത്രവും ബഹളവും എല്ലാം വന്നപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ 1ഓ 2ഓ ആണ് പ്രസവിക്കുന്നത്. ടൺ കണക്കിന് വൈറ്റമിൻ തിന്നിട്ടാണ് പ്രസവിക്കുന്നത്. എന്നിട്ട് ഒരു കുഞ്ഞ് കൊള്ളാവുന്നത് ആ കൂട്ടത്തില്ല. ശരിയല്ല എന്ന് തന്നെയല്ല, പണ്ട് കാലത്ത് 1960 മുമ്പ് ഒരു സ്ത്രീയുടെയും ഉൽപാദന കേന്ദ്രങ്ങൾ ദൂഷിച്ചിട്ടില്ല. ഇന്ന് ഉൽപാദന കേന്ദ്രം ദൂഷിക്കാത്ത ഒരു സ്ത്രീയുമില്ല. ബ്രസ്റ്റ്, യൂട്രസ്, ഓവറി, സർവിക്സ്, ഇതിലൊക്കെ കേടുപറ്റാത്ത ഏതെങ്കിലും പെങ്കൊച്ചുണ്ടോ നോക്കുക. ഒരു 30 കഴിഞ്ഞാൽ മഷിയിട്ട് നോക്കിയാൽ കാണുകയില്ല. വളരെ കുറവാണ്. 30 വയസ്സ് എന്ന് പറഞ്ഞത് പുതിയ തലമുറയെ കുറിച്ചാണ് പറഞ്ഞത്. പഴയ തലമുറയെന്ന് വല്ലതും പേറ്റിപ്പഴച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് കാണും. ശരിയല്ല. നല്ലപോലെ ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ആക്ടിവിസ്റ്റുകളുടെയും നിങ്ങളുടെ സയൻസിന്റെയും നിങ്ങളുടെ സാങ്കേതിക വിദ്യയുടെയും നേരെ ശക്തമായി ഉന്നയിക്കാവുന്ന ചോദ്യമാണ്, ഇന്ത്യൻ സ്ത്രീയുടെ ഉൽപാദന കേന്ദ്രങ്ങളെ ഇത്രയധികം ദുഷിപ്പിക്കുവാൻ മാത്രമാണ് മതത്തിന്റെ വളർച്ച, ജാതിയുടെ വളർച്ച, സംഘടനകളുടെ വളർച്ച, പുതിയ വിദ്യാഭ്യാസം, പുതിയ ജാഥ, പുതിയ ഘോഷയാത്ര എല്ലാം പര്യാപ്തമായിട്ടുള്ളത്. അല്ലെന്ന് പറയണമെങ്കിൽ നിങ്ങൾ നിരത്തണം സ്ത്രീകളെ. സ്ത്രീ വിദ്യാഭ്യാസം, സാർവലൗകിക വിദ്യാഭ്യാസം, സംവരണം, സ്ത്രീകൾക്ക് പുതുതായി കിട്ടിയിരിക്കുന്നതായ വളർച്ച, പുതുതായി പുരുഷനോടൊപ്പം മരത്തെ കയറാനുള്ള പഠിത്തം, ഇതെല്ലാം കിട്ടിയിട്ട് നിങ്ങൾ രോഗിയാകുകയല്ലാതെ മര്യാദയ്ക്ക് ആരോഗ്യമുള്ളതിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ ഒക്കില്ല. പിന്നെ ചോദിക്കാൻ അറിയാൻ മേലാത്തവന്മാരെ നിങ്ങൾ വഞ്ചനം കുത്തിയൊക്കെ കാണിക്കും, അത് വേറെ. ചോദിക്കാൻ അറിയാവുന്നവൻ ചോദിച്ചാൽ നിങ്ങൾ അനങ്ങൂല. Am I not right? ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു ഇരിക്കുന്നവരെ വെച്ചുണ്ട്. കഴിഞ്ഞ തലമുറയിലെ മുതുക്കികളിരിപ്പുണ്ട്, അവരെയും പുത്തൻ തലമുറയിലെ പെണ്ണുങ്ങളിരിപ്പുണ്ട്, അവരെയും കൂടെ താരതമ്യം ചെയ്തൊരു പഠനം നടത്തിക്കോ. ഈ പുത്തൻ തലമുറയിലേത് തിന്നുകൂട്ടിയത് എത്ര ടൺ, എത്ര ലോറി വൈറ്റമിനും മിനറലുമാ, എത്രമാത്രം ചിക്കനാ, എത്രമാത്രം കെൻഡിക്കി ഫ്രൈഡ് ചിക്കനാ, അതെല്ലാം തിന്ന് കയറ്റിയിട്ട് ഇതിനൊക്കെ നേരാവണ്ണം തൈറോയിഡ്, നേരാവണ്ണം എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുകയല്ലേ നല്ലത്. ഞാൻ പറഞ്ഞു പോയാൽ നിങ്ങളുടെ അടിയളവ്, നിങ്ങൾ നിൽക്കുന്ന മണ്ണ് തറയും. അതറിയാവുന്നതുകൊണ്ട് തന്നെയാ പറയുന്നത്. എന്താ ശരിയല്ലേ ഞാൻ പറഞ്ഞു? ചുറ്റും കണ്ണോടിച്ച് നോക്കിയാൽ നിങ്ങൾ കണ്ണുണ്ടെങ്കിൽ എത്രയാ മതങ്ങൾ സംഘടിച്ചിരിക്കുന്നത്, എത്രയാ ആധ്യാത്മിക സ്ഥാപനങ്ങൾ,
എത്രയാ ക്ഷേത്രോദ്ധാരണങ്ങൾ, പള്ളിയുദ്ധാരണങ്ങൾ, എത്രത്തോളം വികസിച്ചാണ് രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങൾ. ഇതൊന്നും ഇല്ലാത്ത കാലത്ത് പെണ്ണുങ്ങൾ അനുഭവിച്ച സുഖവും ആനന്ദവും ഇന്നുള്ള ഈ പെങ്കൊച്ചുങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമോ? അത് പോരെ തെളിവ്? നിങ്ങളുടെ നിശബ്ദത തന്നെയാണ് എനിക്കുള്ള ഉത്തരം. കഴുത്തിന് ചുറ്റും നാക്കുള്ള നിങ്ങളിപ്പോ എന്താ നിശബ്ദരായി പോയി? ആ നിസ്സഹായതയാണ് ഞാൻ പറഞ്ഞ ഉത്തരം. നിങ്ങളുടെ കയ്യിലെ ആയുധങ്ങൾ മുഴുവൻ ശാസ്ത്രം, കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ്, എന്തെല്ലാം ശാസ്ത്രങ്ങളായിരിക്കുന്നത്, എത്ര വിഷയങ്ങളിലാണ് നിങ്ങൾക്ക് പരിജ്ഞാനം, ഇതെല്ലാം ഉള്ള നിങ്ങളുടെ കയ്യിൽ ഈ ആയുധങ്ങൾ മുഴുവനെല്ലാം ഇരിക്കുമ്പോൾ ഞാൻ ഒരായുധവും ഇല്ലാതെ ഒരു തട്ടാതെ ഞാൻ രീതിയുടെ എന്നുള്ള പദമല്ല പറഞ്ഞ് വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പം എന്നാവും. രീതി എന്ന് പറഞ്ഞ് മാറ്റുമൊന്നും വേണ്ട. കാരണം വിദ്യാഭ്യാസമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. പണ്ട് ഈ വിദ്യാഭ്യാസമൊന്നുമില്ല, എത്ര സുഖമായി ജീവിച്ചു. അങ്ങനെ പറയുന്നത് തന്നെ നിങ്ങൾ ഈ വിദ്യാഭ്യാസത്തിന്റെ കച്ചവടക്കാരെ രക്ഷിക്കാൻ ഒരു ചെറിയ ധാരണയിലാണ്. അന്നുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അച്ഛനമ്മമാരിൽ നിന്നുള്ള വിദ്യാഭ്യാസമാണ് മുഖ്യം. ആ വിദ്യാഭ്യാസത്തിന് വിദ്യാഭ്യാസം എന്നല്ല പറയുന്നത്, അനുഭവ പാഠമാണ്. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പുല്ല് പറിച്ചും വൈക്കോല് വലിച്ചും ഒക്കെ ജീവിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു അറിവ് കിട്ടും. പിന്നെ വേണമെങ്കിൽ 4 പേരോട് സംസാരിക്കാനൊരു അറിവായെങ്കിൽ ആയിക്കോട്ടെന്ന് വിചാരിച്ച് സ്കൂളിൽ പോകും. അത് 2ാം ഘട്ടത്തിലുള്ള പണിയേ ഉള്ളൂ. ശരിയല്ല? നിങ്ങൾ തിരിച്ചു പോകരുത്. തിരിച്ചു പോയാൽ മുടിയുമോ? നിങ്ങൾ മുടിഞ്ഞ് തീർന്നിട്ട് വേണം ഇതിനൊരു പുനഃസൃഷ്ടി നടത്താൻ. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്നൊന്നും തിരിച്ചു പോകരുത്. തിരിച്ചു പോകാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത്. അതുണ്ടാവും. നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ ഒന്നും വേണ്ടിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ പറയുന്നതൊക്കെ സ്റ്റേറ്റ്മെന്റാണ്. ആ തിരിച്ചുപോക്കിന് ഞാൻ നിങ്ങളെ കുറെ പേരെ കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ ആവില്ല. പകരം നിങ്ങൾ ഈ പോക്കിൽ പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ അങ്ങേ തലയ്ക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്കൊരു വല്ലാത്ത ദുഃഖം ഉണ്ടാവും. അറിവില്ലായ്മയിൽ അനുഭവിക്കുന്നതും ഇത് അറിഞ്ഞറിഞ്ഞ് ചെന്ന് അനുഭവിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എടാ കുഞ്ഞെ, ആ പോകുന്ന വഴിക്കൊരു പൊട്ടക്കിണറുണ്ട്, അതിനകത്ത് പാമ്പുമൊക്കെ ഉണ്ട്, അതിനകത്ത് മുള്ളുമൊക്കെ ഉണ്ട്. എന്നാൽ കാണട്ടെ എന്ന് പറഞ്ഞൊരുത്തം പോകുന്നതും അത് അറിയാതെ ഒരുത്തം ചെന്ന് വീഴുന്നതും തമ്മിൽ അന്തരമുണ്ട്. ശരിയല്ല? അപ്പൊ നിങ്ങളൊന്ന് അറിഞ്ഞ് ഈ പൊട്ടക്കിണറ്റി വീഴട്ടെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്നേരമാണ് നിങ്ങൾക്ക് ഇത് മാറ്റാമായിരുന്നു എന്ന് തോന്നൽ വരുന്നത്. ആ തോന്നൽ നിങ്ങളുടെ ബീജത്തിൽ കത്തിയാൽ ചിലപ്പോൾ അടുത്ത തലമുറ രക്ഷപ്പെടും. അല്ല, നിങ്ങൾ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചൊന്നും അല്ല ഈ സംസാരിക്കുന്നത്. അത്തരം വ്യാമോഹം ഒന്നും എനിക്കില്ല. നിങ്ങളെ ഉദ്ദേശിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. എൻ്റെ ശബ്ദമൊക്കെ ഈ മണ്ണിലുണ്ടാവും. ഇത് പോവോ? എൻ്റെ ശബ്ദത്തെക്കുറിച്ച് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിവിടെ ഈ അന്തരീക്ഷത്തിലൊക്കെ ഉണ്ടാവും. പോകാനുള്ള ശബ്ദം ഞാൻ പറയൂ. നിങ്ങൾ എന്തോ വിചാരിക്കും? അതുകൊണ്ട് അതേക്കുറിച്ചൊന്നും എനിക്ക് ശങ്കയില്ല. അവിടെ നിങ്ങൾക്ക് ഉറപ്പിച്ച് തന്നെ കേൾക്കാം. അല്ലെങ്കിൽ ഇത്ര കട്ടിയായിട്ട് പറയൂ. അപ്പൊ അതുകൊണ്ട് ആക്ഷിപ്തമായ ശുഭാർത്ഥത്തിൽ കൊണ്ടുവരിക. എന്താണ് ശുഭാർത്ഥം? അതും തിരിച്ചറിയണം. എന്താണ് ശുഭാർത്ഥം? ശുഭമേതാണ്? ആ ശുഭാർത്ഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രശ്നം. അത് കഴിഞ്ഞു വേണം തത്രൈക അവയവം ധ്യായേ എന്നിങ്ങനെ അഗ്രിമ ശ്ലോകമാണ്. അതുകൊണ്ട് അവയവങ്ങളോടുകൂടിയ പശുപക്ഷികളല്ല ശുഭാർത്ഥം, ഭഗവത് സ്വരൂപം.
ആ ഈശ്വര ഭജനത്തിനാണ് ഈശാവാസി ഇവിടെ പറയുന്നത്. കേജിത് സ്വദേഹാന്ത ഹൃദായവാക അവകാശി പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരഥംഗ ശംഖം ഗദാധരം ധാരണയ സ്മരന്തി. ആ ഈശ്വര രൂപത്തെ കേചിത് എന്ന് പറഞ്ഞാൽ മനസ്സ് കർമ്മക്ഷിപ്തമല്ലാത്ത സമയത്ത്. കേചിത് കർമ്മക്ഷിപ്തമല്ലാത്തവരുടെ ബോധത്തിൽ, ചിലരുടെ, എല്ലാവർക്കും പറ്റൂല. കർമ്മക്ഷിപ്തമല്ലാത്ത മനസ്സിന്റെ ഉടമകൾ, അവരുടെ ഹൃദയത്തിൽ സശംഖചക്രം സകിരീടകുണ്ടലം, ശംഖചക്രങ്ങളോടും കിരീടകുണ്ടലങ്ങളോടും കൂടി ശുഭമായ ഭഗവത് രൂപം സ്മരണം ചെയ്യുക. ഹൃദയാരവിന്ദത്തിൽ ഭഗവത് സ്മരണ നിരന്തരം ഉണ്ടാവുക. ഇടതടവില്ല. അങ്ങനെ ഉണ്ടായ നേരത്തെ ശുഭാർത്ഥം എന്ന് പറഞ്ഞതിനൊപ്പമായി ഇതാ ശുഭം. ശുഭമായ ഒന്നേ ഉള്ളൂ, അത് ഈശ്വരൻ. ഈശ്വരനല്ലാത്തതൊക്കെ അശുഭമാണ്. ഈശ്വരനല്ലാതൊന്നുമില്ല. ഈശ്വരീയമല്ല എന്ന് മനസ്സിന് തോന്നുന്നത് വല്ലതുമുണ്ടോ, അത് അശുഭമാണ്. അതിനെയും കൂടി ഈശ്വരനാക്കി അല്ലാതെ സ്മരിക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകൊണ്ട് അതിനെ നന്നാക്കി സ്മരിക്കുക. എന്തും ശുഭമാക്കി മാത്രം സ്മരിക്കുക. കേൾക്കുന്ന എല്ലാ ശബ്ദവും ശുഭമാവുക. കാണുന്ന എല്ലാ രൂപവും ശുഭമാവുക. ചിലർക്ക് കേൾക്കാൻ പറ്റും, കാണുകയല്ല കേൾക്കാൻ പറ്റും. കാരണം നിങ്ങൾ വിളിച്ച തെറിയിലെ അക്ഷരത്തെ അവൻ വിഭജിച്ചിട്ട് അവന്റെ ബുദ്ധി സാരഥിയായി നിൽക്കുന്നുവെങ്കിൽ അതിൽ അക്ഷരമുണ്ട്, അത് ബ്രഹ്മപരമമാണ്. മനസ്സിലായില്ല? നിങ്ങളിൽ വാസനയുണ്ടെങ്കിൽ അവൻ പറഞ്ഞതിനൊരു അർത്ഥമുണ്ട്, നിങ്ങൾ അവന്റെ കൊങ്ങായി. അങ്ങനെ വിചാരിച്ചാൽ മതിയാവും. എഴുത്തച്ഛൻ പറഞ്ഞത് അങ്ങനെ ചെയ്താലും. അപ്പൊ അങ്ങനെ ശുഭമായി, ശുഭാർത്ഥം. എന്തുകൊണ്ടെന്നാൽ രാമകൃഷ്ണൻ, ശിവൻ, ആദി ഇഷ്ടദേവന്മാരാരുമാകട്ടെ, രാമനോ കൃഷ്ണനോ ആരുമാവട്ടെ, ഭാഗവതനാകയാൽ ആയി. സമയായി. എന്നിട്ട് നിങ്ങൾ മിണ്ടാതിരുന്നത് 11:30 എന്നുള്ളത് നമ്മൾ അരമണിക്കൂർ എൻക്രോച്ച് ചെയ്തു. സ്വാമിജി നമ്മളോട് ക്ഷമിക്കുമെന്ന് ചോദിക്കുക. സ്വാമിജിയുടെ സമയമാണ് നമ്മൾ എൻക്രോച്ച് ചെയ്തത്. എന്നാലും അതല്ല, സ്വാമിജിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാനുള്ള സമയമാണ്. അതിന് സ്വാമിജി ക്ഷമിക്കുമെന്ന് വിചാരിക്കാം. നാളെ അടുത്ത ക്ലാസ് പോലെ നിങ്ങൾ നേരത്തെ ഒന്ന് പറയണം. ചിലപ്പോൾ അറിയാതെ അങ്ങ് നീണ്ടുപോകുന്ന. ഇന്ന് അവസാനിപ്പിക്കാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം, സംശയം വേണ്ട. ഇന്ന് അവസാനിപ്പിക്കാം.
ഓം തത്സത്തെന്ന വേദപ്പൊരുളനവരതം പ്രജ്വലിക്കുന്ന ദിവ്യ സ്വാന്ത ശ്രീപൂണ്ട് പാദാശ്രിത സുജനതയ്ക്കാത്മബോധം വളർത്തി ശാന്താത്മാവായി സദാ തസ്മൃതിയൊടുവിലസും ദൈവമേ സദ്ഗുരു വിദ്യാധിരാജ തൃപാദപത്മം തൊഴുന്ന ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ട്. പരമിതിലൊരു ദൈവം മറ്റെനിക്കില്ല. വാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈകൊള്ളുന്നു. ഹരി ഓം ഹരി.